ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഒരു 78 വയസ്സുകാരിയുടെ വെർച്വൽ പ്രസംഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അയൽ രാജ്യത്തെ ഭരണകൂടത്തിന് ഉറക്കം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതെ, ഡൽഹിയിൽ നിന്ന് ഷെയ്ഖ് ഹസീന നടത്തുന്ന ഒരു സൂം കോളിനെ പോലും ഭയന്ന് വിരളി പിടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ. തങ്ങളുടെ രാജ്യത്തെ ഒരു പിടികിട്ടാപ്പുള്ളിയെ ഇന്ത്യൻ മണ്ണിലിരുന്ന് രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്താൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ത്യയോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ. കാര്യം മറ്റൊന്നുമല്ല, സ്വന്തം സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന്റെ 2ാം വാർഷികമായ ഈ വരുന്ന ഓഗസ്റ്റ് 5-ന് ദില്ലിയിലെ ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയെ വീഡിയോ ലിങ്ക് വഴി ഷെയ്ഖ് ഹസീന അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഹസീനയോടൊപ്പം അവരുടെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഇത് കേട്ടപാടെയാണ് ബംഗ്ലാദേശ് വിദേശകാര്യ സഹമന്ത്രി ഷമ ഒബൈദ് ഇസ്ലാം ഇന്ത്യയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം തകർക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഇത്തരം പ്രസ്താവനകൾ ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്നുമൊക്കെയാണ് ബംഗ്ലാദേശിന്റെ പുതിയ കണ്ടെത്തൽ. പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ സർക്കാർ അല്ലെന്നറിയാമെങ്കിലും നയതന്ത്ര തലത്തിൽ ഈ വിഷയം ഇന്ത്യക്ക് മുന്നിൽ ഗൗരവമായി ഉന്നയിക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ഇതിന്റെ യഥാർത്ഥ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ അല്പം പുറകോട്ട് പോകണം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളായ ഹസീനയുടെ തുടർ ഭരണത്തിൽ കളികളൊന്നും നടക്കാതായപ്പോൾ വിദ്യാർത്ഥികളെ മുൻനിർത്തി മതമൗലികവാദികൾ നടത്തിയ ആസൂത്രിത കലാപത്തിനൊടുവിലായിരുന്നു അവർക്ക് രാജ്യം വിടേണ്ടി വന്നത്. അന്നവരെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവരുടെ പ്രായം പോലും നോക്കാതെ ആ തീവ്രവാദി കൂട്ടം എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ദൈവത്തിന് പോലും അറിയില്ല. വിദ്യാർത്ഥികൾ എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ആ തീവ്രവാദി കൂട്ടം അവരുടെ അടിവസ്ത്രം വരെ എടുത്ത് ക്യാമറയിൽ ഓൺ റെക്കോർഡ് കാണിച്ച പേക്കൂത്ത് പുറത്തു പറയാൻ പറ്റാത്ത ആഭാസങ്ങളാണ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ പോലും ആ അരാജക കൂട്ടം തകർത്തെറിഞ്ഞു. 2024 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഹസീനയുടെ അസാന്നിധ്യത്തിൽ യാതൊരു തെരഞ്ഞെടുപ്പോ ഒന്നുമില്ലാതെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ വരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് ബംഗ്ലാദേശ് കണ്ട ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ടയാണ്. മതമൗലികവാദികളെ യൂനസ് സർക്കാർ അഴിച്ചുവിട്ടപ്പോൾ നിരവധി ഹിന്ദു ഭവനങ്ങൾ തീവയ്ക്കപ്പെടുകയും ഹിന്ദു യുവാക്കൾ കൊല്ലപ്പെടുകയും ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗപ്പെടുകയും ചെയ്തു. ശേഷം ഒരു നാട്ടുകൂട്ടം കൂടുന്നത് പോലെ കോടതിയിൽ ഹസീനയുടെ അഭാവത്തിൽ അവരുടെ വിചാരണ നടത്തി 2025-ൽ അവർക്ക് വധശിക്ഷയും വിധിച്ചു. 1400 പേർ കൊല്ലപ്പെട്ടു എന്ന് ആരോപിച്ചായിരുന്നു ഈ പ്രഹസന വിചാരണ. എന്നിട്ട് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബംഗ്ലാദേശിന്റെ ഈ ആവശ്യങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ അതിശക്തമായ നയതന്ത്ര നിലപാടാണ് പിന്നീട് ലോകം കണ്ടത്. ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഈ വെപ്രാളത്തിന് പിന്നിൽ വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. പഴയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഹസീന അകത്തിട്ട, പിന്നീട് ഹസീനയെ പേടിച്ച് UK-യിലേക്ക് നാടുവിട്ട താരിഖ് റഹ്മാനാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ നിരോധിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. മതമൗലികവാദികളുടെ പിൻബലത്തിൽ കളിമണ്ണിൽ കെട്ടിപ്പൊക്കിയ തങ്ങളുടെ ഈ പുതിയ സർക്കാർ എത്രമാത്രം ദുർബലമാണെന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം. ഡിസംബറിൽ താൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന ഹസീനയുടെ പ്രഖ്യാപനം കൂടി വന്നതോടെ അവരുടെ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഹസീനയുടെ വാക്കുകൾ അലയടിക്കുമ്പോൾ അതൊരു സുനാമിയായി ബംഗ്ലാദേശിലേക്ക് പതിക്കുമോ എന്നവർ ഭയക്കുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങളിൽ ആ പഴയ ദേശീയ വികാരം വീണ്ടും ഉണരുമെന്നും മതമൗലികവാദികളുടെ പിന്തുണയോടെ നിൽക്കുന്ന തങ്ങളുടെ ഭരണം തകർന്നു വീഴുമെന്നും ബംഗ്ലാദേശിന്റെ പുതിയ കാരണവന്മാർക്ക് നന്നായി അറിയാം. ആ ഭയം കൊണ്ടാണ് ഹസീനയുടെ ഒരു ഓൺലൈൻ പ്രസംഗത്തെ പോലും തടയാൻ അവർ ഇന്ത്യയോട് കെഞ്ചി നോക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ലോകമെമ്പാടും ഇന്ധന പ്രതിസന്ധി ഉണ്ടായപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യയോട് ഡീസൽ കെഞ്ചിയ ബംഗ്ലാദേശാണ് ഉഭയകക്ഷി ബന്ധം വഷളാകുമെന്നുമൊക്കെ പറഞ്ഞ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ദക്ഷിണേഷ്യയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായ ഇന്ത്യ ഇതൊന്നും മൈൻഡ് ആക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ബംഗ്ലാദേശിന് എത്ര വിശദീകരണങ്ങൾ വേണമെങ്കിലും ചോദിക്കാം, എന്നാൽ ആർക്ക് അഭയം നൽകണം, അഭയം നൽകുന്നവരെ വിട്ടു നൽകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യ മാത്രമായിരിക്കും. അതുപോലെ ഷെയ്ഖ് ഹസീന എന്ത് നിലപാടെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഷെയ്ഖ് ഹസീന മാത്രമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.